ഹായ് എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു. ബിസിനസ് പ്രോബ്ലം ചെയ്യാനും ഒരു പ്രൊഫഷൻ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെയും ഡോക്ടറുടെയും ലോയറുടെയും പ്രോബ്ലം ചെയ്യാൻ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യാണ്. പാർട്ട് 2 മീൻസ് ഡിപ്രീസിയേഷൻ. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിൽ ഒരു ബിസിനസ്സുകാരൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും നമുക്ക് അലവബിൾ ആയിട്ടുള്ളൊരു ഡിഡക്ഷനാണ് ഡിപ്രീസിയേഷൻ. ഓഫീസ് പ്രെമിസസിൻ്റെ, ഫർണിച്ചറിൻ്റെ, പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ, പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഒക്കെ ഡിപ്രീസിയേഷൻ നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ആ ഡിപ്രീസിയേഷൻ അനുബന്ധിച്ചുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ഡിപ്രീസിയേഷൻ ഓൺ ബിസിനസ് അസറ്റ് ഈസ് ഫുള്ളി അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്. നമുക്കറിയാം ഫുള്ളി അലൗഡ് ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ ആൻഡ് പാസേജ് ഓഫ് ടൈം. ഓക്കെ, സമയം കാലപ്പഴക്കം ചെല്ലുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ തേയ്മാനം സംഭവിച്ചിട്ടോ ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ഡിക്രീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കണേ. സോ ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഇൻ ബ്ലോക്ക് ഓഫ് അസറ്റ്. ഫസ്റ്റ് ചാപ്റ്റർ എൻ്റെ മിസ് പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്നല്ലേ. അതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. 2 മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് ബ്ലോക്ക് ഓഫ് അസറ്റ്. അതായത് ഒരു ബിസിനസ്സുകാരൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പ്രകാരം അവർ 30%, 40%, 20% ഒക്കെ ഇട്ടിട്ടായിരിക്കും പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിനൊക്കെ എന്തിട്ടേക്കുന്നത്? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അതിൽ നമുക്ക് ഇൻകം ടാക്സ് റൂൾ പ്രകാരം ഓരോ അസറ്റും ഓരോ ബ്ലോക്കിൽ കിടക്കുന്നതാണ്. ആ ബ്ലോക്കിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്താണ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ? ബ്ലോക്ക് ഓഫ് അസറ്റ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് അസറ്റ് falling within a class of asset comprising tangible asset, building, machinery, plant or furniture, and intangible assets being know-how, patent, copyright, trademark, licenses, franchisor, or any other business or commercial right of similar nature, in respect of which same percentage of depreciation is prescribed. ഒരു കൂട്ടം അസറ്റുകൾ, ഒരേ റേറ്റ് ഡിപ്രീസിയേഷൻ വരുന്ന ഒരു കൂട്ടം അസറ്റ്, അത് ടാഞ്ചിബിൾ ആവാം ഇൻടാഞ്ചിബിൾ ആവാം, അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ബ്ലോക്ക് ഓഫ് അസറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ റൂൾസ് ഓർ കണ്ടീഷൻ ഫോർ ഡിപ്രീസിയേഷൻ 15 മാർക്കിൻ്റെ SC ആയിട്ടോ 4 മാർക്കിൻ്റെ ഷോർട്ട് ആൻസർ ആയിട്ടോ നമുക്ക് ചോദിക്കാം. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാവുന്നതാണ് കേട്ടോ. വാട്ട് ആർ ദ റൂൾസ് ഫോർ ഡിപ്രീസിയേഷൻ ഓർ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ഡിപ്രീസിയേഷൻ? First condition is that depreciation is allowed only on capital asset. Depreciation allow ചെയ്യുന്നത് എന്തുമ്പോൾ മാത്രമാണ്? ക്യാപിറ്റൽ അസറ്റുമ്പോൾ മാത്രമാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുള്ളൂ. നമ്മൾ സ്റ്റോക്കുമ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറുണ്ടോ? ഇല്ല. കറണ്ട് അസറ്റ് ഏതെങ്കിലും നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ ഫിക്സഡ് അസറ്റ് ഓർ ക്യാപിറ്റൽ അസറ്റുമെയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. Depreciation is allowed on all tangible assets like building, machinery, plant and furniture, and all intangible assets like know-how, patent, copyright, trademark, etc. Asset like land, animals and goodwill, no depreciation is allowed. നമ്മുടെ കമ്പനിയിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും അനിമൽ എന്ന് പറഞ്ഞാൽ അസറ്റ് അല്ലേ, എങ്കിലും അതിന് ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. ലാൻഡിന് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? ലാൻഡിൻ്റെ വാല്യൂ എപ്പോഴും അപ്രീസിയേഷനാണ്, കൂടുതലാണ് അല്ലേ. അതുപോലെ ഗുഡ്വില്ലിൻ്റെ വാല്യൂ കുറയല്ല ചെയ്യുക, കൂടുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ 3 അസറ്റുകൾക്ക് നമ്മൾ സാധാരണയായിട്ട് ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും എന്ത് ചാർജ് ചെയ്യില്ല? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ, അസറ്റ് മസ്റ്റ് ബി ഓൺഡ് ബൈ ദി അസസി. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അസറ്റ് അസസിയുടെ ഓണർഷിപ്പിലുള്ളതായിരിക്കണം. അസസി ആയിരിക്കണം അതിൻ്റെ ഓണർ. അപ്പോൾ ടു അലോ ഡിപ്രീസിയേഷൻ അസറ്റ് മസ്റ്റ് ബി ഹോളി ഓർ പാർഷ്യലി ഓൺഡ് ബൈ ദി അസസി. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അസറ്റിൻ്റെ ഓണർഷിപ്പ് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ആരുടെ കൈവശമായിരിക്കണം? അസസിയുടെ കയ്യിലായിരിക്കണം. തേർഡ് കണ്ടീഷൻ ഈസ് ദാറ്റ് അസറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. എന്തിനുപയോഗിച്ചായിരിക്കണം? അസറ്റ് ഉപയോഗിക്കുന്നത് അസസിയുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ടായിരിക്കാം. If any portion of the asset is not used for the purpose of business or profession of the assessee, depreciation will not be allowed for such part of the asset.
ബിസിനസ്സിനോ പ്രൊഫഷനോ അല്ലാതെ ആ സെറ്റിൻ്റെ ഭാഗങ്ങൾ മറ്റെന്തെങ്കിലും പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു മോട്ടോർ കാറ് 1/4 പേഴ്സണൽ യൂസിന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ മോട്ടോർ കാറിൻ്റെ ഡിപ്രീസിയേഷൻ കണ്ടിട്ട് 3/4 ആണ് ബിസിനസ്സുകാരന് അനുവദിച്ചു കൊടുത്തുള്ളൂ, ബാക്കി 1/4 അനുവദിച്ചില്ലല്ലോ. അതാണ് പറയുന്നത്. മറ്റ് പർപ്പസിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഡിഡക്ഷൻ കിട്ടില്ല. 4ാമത്തെ കണ്ടീഷൻ, ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് അക്കൗണ്ടിങ് ഇയർ ആൻഡ് ഓൺലി ഓൺ ദോസ് അസറ്റ്സ് വിച്ച് ആർ ഇൻ യൂസ് ഓൺ ദാറ്റ് ഡേ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം ചെയ്യുമ്പോൾ കേട്ടോ. അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണത് എപ്പോഴാണ്? ലാസ്റ്റ് ഡേ ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ, അതായത് March 31 March 2 ആയിരിക്കും. ആ ലാസ്റ്റ് വർക്കിംഗ് ഡേയിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ വർക്കിങ്ങിലുള്ള അസറ്റുകൾക്ക് മാത്രമേ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ? ഇടയിൽ നമ്മൾ അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ ആ വിറ്റ അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പാടില്ല എന്ന്. നമ്മൾ ചാർജ് ചെയ്യുന്ന അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന അസറ്റ് ആ സമയത്ത് നമ്മുടെ കമ്പനിയിൽ ഉപയോഗിക്കുന്നതായിരിക്കണം. ഓക്കെ. 5, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് പ്രിസ്ക്രൈബ്ഡ് റേറ്റ്. പ്രിസ്ക്രൈബ്ഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആര് പ്രിസ്ക്രൈബ് ചെയ്യണതാ? ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് അക്കോർഡിംഗ് ടു ദ റേറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഇൻകം ടാക്സ് ആക്ട്. ബ്ലോക്കിൽ പറയുന്ന റേറ്റ് അനുസരിച്ച് മാത്രമേ ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പാടുള്ളൂ. ഇനി 6, യൂസ് ഓഫ് അസറ്റ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. In case a newly acquired asset during the previous year, full year's depreciation is allowed if the asset is used for 180 or more than 180 days, and half year's depreciation is allowed if installed and used for less than 180 days. Very very important point to be noted കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ഒരു പുതിയ അസറ്റ് വാങ്ങിയാൽ എന്ത് ചെയ്യണമെന്നാണ്. പ്രീവിയസ് ഇയർ തുടങ്ങുമ്പോൾ അസറ്റ് ഇല്ല, പക്ഷേ ആ പ്രീവിയസ് ഇയറിൻ്റെ തുടങ്ങിയതിന് ശേഷം നമ്മളൊരു പുതിയ അസറ്റ് വാങ്ങി. അങ്ങനെ വാങ്ങുമ്പോൾ 180 ദിവസമോ അതിൽ കൂടുതലോ അസറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ 180 ഡേയ്സിന് മേലെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഡിപ്രീസിയേഷൻ കൊടുക്കുക. ഫുൾ ഇയറിലേക്കുള്ള ഡിപ്രീസിയേഷൻ കൊടുക്കുക. 180 ഡേയ്സിന് കുറവേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ ഹാഫ് ഡിപ്രീസിയേഷൻ കൊടുക്കുക. അത് 10 ദിവസം ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് ഡിപ്രീസിയേഷൻ കൊടുക്കണം. അപ്പോൾ 180 ഡേയ്സ് ഓർ മോർ ഉപയോഗിച്ചാൽ ഫുൾ ഡിപ്രീസിയേഷൻ കൊടുക്കുക. ലെസ് ദാൻ 180 ഡേയ്സ് ഉപയോഗിച്ചാൽ ഹാഫ് ഡിപ്രീസിയേഷൻ കൊടുക്കുക. ഓക്കെ. ദ ലാസ്റ്റ് പോയിന്റ്, നോ ഡിപ്രീസിയേഷൻ ഈസ് അലൗഡ് ഇൻ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ്, ഡെമോളിഷ്ഡ്, ഡിസ്കാർഡഡ് ഓർ ഡിസ്ട്രോയിഡ്. ആ അസറ്റ് നമ്മൾ വേണ്ടാന്ന് വയ്ക്കുക, അല്ലെങ്കിൽ വിറ്റ് കളയുക, അതല്ലെങ്കിൽ നശിച്ചു പോവുക, അങ്ങനെയുള്ള കൊല്ലം അതിന് എന്ത് ചെയ്യാൻ പാടില്ല? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പാടില്ല. അതാണ് മിസ് നേരത്തെ പറഞ്ഞ പോയിന്റ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന അസറ്റ് ആ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ നമ്മളുടെ വർക്കിങ്ങിലുള്ളതായിരിക്കണം, കമ്പനിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ. അതാണ് ഇത്രയും കണ്ടീഷൻസ് ആണ്. അതിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അടുത്ത പോവാം, മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇത് മിസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇറ്റ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഓക്കെ. +1 +2 ആൻഡ് BCom ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെയാണ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഓർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ഓർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, പിന്നെ ആന്വിറ്റി മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ഇങ്ങനെ കുറേ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള 2 എണ്ണമാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണേ. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓർ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ് ഓർ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. 3 പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് അക്വയറിങ് അസറ്റ്. 10 ലക്ഷത്തിൻ്റെ അസറ്റാണ്, 10 കൊല്ലമാണ് അതിൻ്റെ കാലാവധിയെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണുക? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ 10 ലക്ഷം ബൈ 10 എന്ന് പറയുമ്പോൾ 1 ലക്ഷം. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഈ 1 ലക്ഷം രൂപ ഡിപ്രീസിയേഷനായിട്ട് മൈനസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ കൊല്ലം 10 ലക്ഷം അതിൻ്റെ വാല്യൂ, ഡിപ്രീസിയേഷൻ 1 ലക്ഷം. അപ്പോൾ സെക്കൻഡ് ഇയറിൽ അതിൻ്റെ വാല്യൂ 9 ലക്ഷം. അഗെയിൻ സെക്കൻഡ് ഇയർ ഡിപ്രീസിയേഷൻ 1 ലക്ഷം തന്നെ. അപ്പോൾ അതിൻ്റെ തേർഡ് ഇയർ വാല്യൂ 8 lakh. അങ്ങനെ ആഫ്റ്റർ 10 years ഇറ്റ്സ് വാല്യൂ ബിക്കം 0. ഇതാണ് എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്.
ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഡിമിനിഷിങ് വാല്യൂ ഓർ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്, WDV എന്ന് പറയും. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഹിയർ ദ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ദ അസെറ്റ് എവറി ഇയർ. എല്ലാ വർഷവും എത്രയാണോ നമ്മൾ റിട്ടൺ ഡൗൺ വാല്യൂ, അതായത് ഡിപ്രീസിയേഷൻ കഴിച്ചിട്ട് ബാക്കി എത്രയുണ്ടോ അതുമ്മയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ഏത് മെത്തേഡിൽ? റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ. റിട്ടൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടൺ ഡൗൺ വാല്യൂ മീൻസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ അസെറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ. മനസ്സിലായോ? അപ്പോൾ ഫോർ എക്സാമ്പിൾ 10% ഡിപ്രീസിയേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 ലക്ഷം വാല്യൂ ഉള്ള അസറ്റിന് 10% ഡിപ്രീസിയേഷൻ. അപ്പോൾ ആദ്യത്തെ വർഷം വാല്യൂ 10 ലക്ഷം, ഡിപ്രീസിയേഷൻ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 1 ലക്ഷം അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഒരു വർഷം അവസാനിക്കുമ്പോൾ അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയുണ്ട്? 10 ലക്ഷം മൈനസ് 1 ലക്ഷം എന്ന് പറയുമ്പോൾ 9 ലക്ഷം ഉണ്ട്. ഇനി രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ കാണേണ്ടത് ഈ 9 ലക്ഷത്തിൻ്റെ 10%. മനസ്സിലായോ? അപ്പോൾ 90,000 വരും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ വർഷം എത്ര വാല്യൂ ഉണ്ട് അസറ്റിന്? 9 ലക്ഷം മൈനസ് 90,000 എന്ന് പറയുമ്പോൾ 8,10,000 അല്ലേ? അപ്പോൾ മൂന്നാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ്? 8,10,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 81,000 രൂപ. അപ്പോൾ നമുക്ക് ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കഴിച്ചിട്ട് എത്ര റിട്ടേൺ ഡൗൺ വാല്യൂ ഉണ്ടോ ആ റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണേ. ഏത് മെത്തേഡിൽ? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി ഡിപ്രീസിയേഷൻ ഇൻ കാൽക്കുലേറ്റഡ് ഓൺ ദ ബ്ലോക്ക് ഓഫ് അസെറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിജ്വൽ അസെറ്റ്. നമ്മൾ സാധാരണയായിട്ട് ഡിപ്രീസിയേഷൻ കാണുന്നത് ഓരോ അസറ്റും മാത്രമായിട്ടല്ല, എന്തായിട്ടാണ് ചെയ്യുക? നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റ് ആയിട്ടാണ്. ഒരു കൂട്ടം അസറ്റ്, അതായത് നമുക്ക് മൊത്തം എത്ര അസറ്റ് പർച്ചേസ് ചെയ്തു അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണത്. ഇനി എങ്ങനെയാണ് നമുക്ക് ബ്ലോക്ക് ഓഫ് അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ കാണാൻ നോക്കാം. ടോട്ടൽ റിട്ടേൺ ഡൗൺ വാല്യൂ, ആ മിസ് തന്നേക്കുന്ന ഫോർമാറ്റ് ശരിക്കും ഒന്ന് നോക്കുക. ടോട്ടൽ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ഓൾ അസറ്റ്സ് വിത്തിൻ ദ ബ്ലോക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ തുടങ്ങുമ്പോൾ ആ ബ്ലോക്കിൽ പെട്ടേക്കണ എല്ലാ അസറ്റിൻ്റെയും ഒരുമിച്ച് റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടാവും. അങ്ങനെ 10% ബ്ലോക്കിൽ വരുന്ന 3 അസറ്റ് ഉണ്ടെങ്കിൽ ആ 3 അസറ്റിൻ്റെയും കൂടെ റിട്ടേൺ ഡൗൺ വാല്യൂ ഒരുമിച്ചെടുക്കുക പ്രീവിയസ് ഇയർ തുടങ്ങുമ്പോൾ. അതിൻ്റെ കൂടെ ആഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ് ബ്രോട്ട് വിത്തിൻ ദ ബ്ലോക്ക്. ആ ബ്ലോക്കിൽപ്പെട്ട മറ്റൊരു അസറ്റ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യുക. അഡീഷണൽ അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ അസറ്റിൻ്റെ വാല്യൂ കിട്ടും. അതിൽ നിന്ന് ലെസ് മണി ഓഫ് എനി അസറ്റ് സോൾഡ് ഓർ ഡിസ്ട്രോയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. എത്രയെങ്കിലും വാല്യൂവിൻ്റെ അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ ആ വിറ്റത് എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് കളയുക. ബാക്കിയുള്ളതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ തുടങ്ങുമ്പോൾ ഉള്ള ടോട്ടൽ അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എടുക്കുക. അതിൻ്റെ കൂടെ പ്രീവിയസ് ഇയറിൽ പുതിയ അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യുക. പ്രീവിയസ് ഇയറിൽ അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ മൈനസ് ചെയ്യുക. ബാക്കി നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് ബ്ലോക്ക് ഓഫ് അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ. അതാണ് പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. ഇപ്പോൾ മിസ് ചെയ്ത രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. 4 മാർക്കിൻ്റെയൊക്കെ പ്രോബ്ലം ചെയ്യാനുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രോബ്ലം മിസ് അടുത്തായിട്ട് പറഞ്ഞുതരാം. ആ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ബ്ലോക്ക് ഓഫ് അസറ്റ് നിങ്ങൾ പഠിക്കണം. ആ ബ്ലോക്ക് ഓഫ് അസറ്റിന് മുമ്പ് 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയണേ? ഡിപ്രീസിയേഷൻ ഫോർ എ പെർട്ടിക്കുലർ ഇയർ ഈസ് ഫസ്റ്റ് ഡിഡക്റ്റബിൾ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ദ പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയറിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ചെയ്യുമ്പോൾ ഈ വർഷം എത്ര നമുക്ക് ഡിപ്രീസിയേഷൻ ഉണ്ടോ അത് അതിൽ നിന്ന് മൈനസ് ചെയ്യും. ആദ്യം തന്നെ നമ്മളത് മൈനസ് ചെയ്യും. ഇഫ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് to absorb the entire amount of depreciation, the balance of depreciation can be adjusted and set off against any other taxable income under any other head in the same year. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിൽ പക്ഷേ
ആ ഡിപ്രീസിയേഷൻ അബ്സോർബ് ചെയ്യാൻ പാകത്തിന് ഇൻകം ഇല്ലെങ്കിൽ, ഇപ്പോൾ പ്രോഫിറ്റ് ആകെ 20,000 വന്നിട്ടുള്ളൂ, ഡിപ്രീസിയേഷൻ 30,000 ഉണ്ടെന്ന് കരുതും. അപ്പോൾ നമ്മളതിൽ 20,000 രൂപ ഡിപ്രീസിയേഷൻ ചെയ്യാം, ഈ കറണ്ട് ഇയറിൽ എടുക്കാം. പക്ഷെ എന്നിട്ടും 10,000 ബാക്കിയുണ്ടല്ലോ ഡിപ്രീസിയേഷൻ. അത് നമുക്ക് എന്ത് ചെയ്യും, ഇതേ ഇയറിൽ മറ്റേതെങ്കിലും ഹെഡിൽ ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇനി ഇഫ് ദർ ഈസ് സ്റ്റിൽ എനി ബാലൻസ് ഓഫ് ഡിപ്രീസിയേഷൻ, എന്നിട്ടും ബാക്കി വന്നാലോ, അതർ ഹെഡിൽ ആകെ 5,000 രൂപ ഇൻകം ഉണ്ടായുള്ളൂ, ആ 5,000 രൂപ ഡിപ്രീസിയേഷൻ നമ്മൾ എടുത്തു, എന്നിട്ടും ബാക്കി ഒരു 5,000 രൂപയില്ലേ, ഈ 5,000 എന്ത് ചെയ്യും, ദാറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് ഫ്രം കറണ്ട് ഇയേഴ്സ് ഇൻകം ഈസ് നോൺ ആസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. അങ്ങനെ കറണ്ട് ഇയറിൽ അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ഡിപ്രീസിയേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഇറ്റ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ടു ദ ഫോളോയിങ് അസസ്മെൻറ്റ് ഇയർ ടു സെറ്റ് ഓഫ് ആൻഡ് ആഡഡ് ടു സക്സീഡിങ് ഇയേഴ്സ് ഡിപ്രീസിയേഷൻ അൺടിൽ ഇറ്റ് ഈസ് ഫുള്ളി ഡിഡക്റ്റഡ്. അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, അടുത്ത അസസ്മെൻറ്റ് ഇയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഡിപ്രീസിയേഷനും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ മാക്സിമം അത് എന്താണ്, അത് റൈറ്റ് ഓഫ് ചെയ്ത് പോകുന്നത് വരെ നമുക്ക് അങ്ങനെ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ക്യാരി ഫോർവേഡ് ചെയ്ത് പോവാം. ഓക്കെ, ഇതാണ് 2 മാർക്കിന് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസിൽ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് റേറ്റ് പറഞ്ഞേക്കുന്നതാണ്. ഫസ്റ്റ് വൺ ടാൻജിബിൾ അസെറ്റ്സ്. ഇതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഇല്ല, നിങ്ങൾ ഈ ബ്ലോക്ക് അങ്ങനെ തന്നെ പഠിച്ചേക്കണം കേട്ടോ. ടാൻജിബിൾ അസെറ്റ്സ്, അതിൽ ഗ്രൂപ്പ് 1 ബിൽഡിങ്സ്, അതിൽ ഒന്നാമത്തെയാണ് 5% ബ്ലോക്ക്. 5% ബ്ലോക്കിൽ വരുന്നതാണ് ഓൾ ബിൽഡിങ്സ് യൂസ്ഡ് മെയിൻലി ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് എക്സെപ്റ്റ് ഹോട്ടൽസ് ആൻഡ് ബോർഡിംഗ് ഹൗസസ്. ഹോട്ടലോ ബോർഡിംഗ് ഹൗസോ ഒഴികെ ബാക്കി റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന എല്ലാ ബിൽഡിങ്ങിൻ്റെയും ഡിപ്രീസിയേഷൻ എത്രയാണ്, 5%. അപ്പോൾ നമ്മുടെയൊക്കെ വീടിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണ്, 5%. ഇനി അടുത്തത് 10% ബ്ലോക്ക് ഓൾ നോൺ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. അപ്പോൾ താമസിക്കാനല്ലാതെ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഡിപ്രീസിയേഷൻ 10% ബ്ലോക്ക്. ഇനി മൂന്നാമത്തെ 40% ബ്ലോക്ക് ഓൾ ബിൽഡിംഗ് അക്വയേർഡ് ഓൺ ഓർ ആഫ്റ്റർ 31/8/2002 ഫോർ ഇൻസ്റ്റാളിംഗ് മെഷീൻ പ്ലാന്റ് ഓർ വാട്ടർ സപ്ലൈ പ്രൊജക്ട് ഫോർ പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ചെയ്യാൻ വേണ്ടി വാട്ടർ സപ്ലൈ പ്രൊജക്റ്റായിട്ടോ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങുകളില്ലേ, ആ ബിൽഡിങ്ങിന് 40% ബ്ലോക്കിലാണ് പെടുന്നത്. ഇനി പ്യുവർലി ടെമ്പററി ഇറക്ഷൻസ് സച്ച് ആസ് വുഡൻ സ്ട്രക്ചേഴ്സ്, മരങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ കൂടാരം പോലെയൊക്കെ വെച്ച് കിട്ടില്ലേ, അങ്ങനെയുള്ളതിന് 40% തന്നെ ഡിപ്രീസിയേഷൻ. ടെമ്പററി ആയിട്ട് വെച്ച് കെട്ടുന്ന കുടിലുകൾ, കൂടാരങ്ങൾ, അതിനൊക്കെ 40%. അപ്പോൾ അതാണ് ആദ്യത്തെ ബിൽഡിങ്ങിൻ്റെ ബ്ലോക്ക്. ഗ്രൂപ്പ് 1 ബിൽഡിങ്ങിൽ 4 ബ്ലോക്കാണുള്ളത്, 5, 10, 40, 40. ഇനി ഗ്രൂപ്പ് 2 ഫർണിച്ചറാണ്. എല്ലാ തരം ഫർണിച്ചർ, ഫിറ്റിങ്സ്, ഇലക്ട്രിക് ഫിറ്റിംഗ്, ഫാൻ, എല്ലാത്തിനും ഡിപ്രീസിയേഷൻ എത്രയാണ്, 10%. ഇനി ഗ്രൂപ്പ് 3 പ്ലാന്റ് ആൻഡ് മെഷീനറി, അതിലും 2-3 ബ്ലോക്കുകളുണ്ട്. 15% ബ്ലോക്കിൽ വരുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെപ്റ്റ് ബിലോ 2 to 7. താഴെ ഇനി പറയാൻ പോകുന്നത് ഞാനൊരു 7 പോയിൻ്റ്, നമ്മൾ 6 പോയിൻ്റാണ് കേട്ടോ, 7 അല്ല 6 പോയിൻ്റ് പറയുന്നുണ്ട്. ആ 6 പോയിൻ്റിൽ വരുന്നതല്ലാത്ത ബാക്കി എല്ലാ പോയിൻറ്റും, എല്ലാ പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഏതിൽ വരും, നമ്മുടെ 15% ബ്ലോക്കിൽ വരും. മോട്ടോർ കാർ എക്സെപ്റ്റ് യൂസ്ഡ് ആസ് ടാക്സി, ടാക്സിക്ക് അല്ലാതെ ഓടുന്ന മോട്ടോർ കാർ, നമ്മുടെ പേഴ്സണൽ മോട്ടോർ കാറിനൊക്കെ 15%. സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ, ബസ്, ട്രക്ക്, എയർ കണ്ടീഷൻ, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഇത്രയും സാധനങ്ങൾക്ക് 15% ആണ് ബ്ലോക്ക്. മോട്ടോർ ബസ്, മോട്ടോർ ലോറി, മോട്ടോർ ടാക്സി യൂസ്ഡ് ഇൻ എ ബിസിനസ് ഓഫ് റണ്ണിങ് ദം ഓൺ ഹയർ, നമ്മൾ ടാക്സിക്ക് വാടകയ്ക്ക് പോകില്ലേ, അങ്ങനെ കൊടുക്കുന്ന വണ്ടികൾക്കെല്ലാം തന്നെ 30% ബ്ലോക്കാണ്. മൗൾഡ്സ് യൂസ്ഡ് ഇൻ റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് ഗുഡ്സ് ഇൻഡസ്ട്രി, പ്ലാസ്റ്റിക് ഗുഡ്സ് അല്ലെങ്കിൽ റബ്ബർ ഗുഡ്സ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന അച്ചുകളില്ലേ, മൗൾഡ്, ആ അച്ചുകളെല്ലാം തന്നെ 30% ബ്ലോക്കാണ്. ഓക്കെ. അടുത്തത് എയർക്രാഫ്റ്റ്, എയറോ എഞ്ചിൻ, ലൈഫ് സേവിങ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്. എയർക്രാഫ്റ്റ്, എയറോ എഞ്ചിൻ, ലൈഫ് സേവിങ് മെഡിക്കൽ എക്യുപ്മെൻറ്റിനെല്ലാം തന്നെ ഏത് പെർസെൻറ്റേജിലാണ്, 40% ബ്ലോക്കിലാണ് നിൽക്കുന്നത്. ഇനി
അടുത്ത നാലാമത്തെയാണ് കണ്ടെയ്നേഴ്സ് മെയ്ഡ് ഓഫ് ഗ്ലാസ്, പ്ലാസ്റ്റിക്, പിന്നെ ടെക്സ്റ്റൈൽ മെഷീനറി, അതും 40%. കമ്പ്യൂട്ടർ, ബുക്സ് അതർ ദാൻ ആനുവൽ പബ്ലിക്കേഷൻ, ഗ്യാസ് സിലിണ്ടർ, വാൽവ്, ബർണർ, മിനറൽ ഓയിൽ, അതിനൊക്കെ 40% തന്നെ. എനർജി സേവിങ് ഡിവൈസസ്, പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ് ഫോർ എയർ, വാട്ടർ ഓർ സോളിഡ് പൊല്യൂഷൻ, ബുക്സ് ഓൺഡ് ബൈ ദ അസസി ഇൻ ലെൻഡിങ് ലൈബ്രറി, ബുക്സ് ബീയിങ് ആനുവൽ പബ്ലിക്കേഷൻ, അതൊക്കെ മുൻപൊക്കെ അത് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 കാറ്റഗറി ആയിട്ട് കൊടുത്തിരുന്നത്. നമ്മുടെ നോർമൽ ബുക്സിനും മറ്റേ ആനുവൽ പബ്ലിക്കേഷനും ഡിഫറെൻറ്റ് ബ്ലോക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് രണ്ടും ഏതിലാണ് കിടക്കണേ? 40% ബ്ലോക്കിൽ തന്നെയാണ്. ഓക്കെ. ഇനി ഗ്രൂപ്പ് 4 ഷിപ്പുകൾ, ഐലൻഡ് വെസൽസ് ലൈക്ക് ഓഷൻ ഗോയിങ് ഷിപ്സ്, 20% ബ്ലോക്കാണ്. ഇനി ലാസ്റ്റ് വൺ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, നോ ഹൗ, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ് ആൻഡ് ഫ്രാഞ്ചൈസസ്, എല്ലാ ഇൻടാഞ്ചിബിൾ അസറ്റ്സും ഏത് ബ്ലോക്കാണ്? 25% ബ്ലോക്കിലാണ് കിടക്കുന്നത്. ഓക്കെ. അപ്പം ഇത്രയാണ് ഡിപ്രീസിയേഷൻ. ഇത് ബൈ ഹാർട്ട് പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കണം. കാരണം എന്താ, നമുക്ക് തിയറി എസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇത് മുഴുവൻ എഴുതണം. അപ്പോൾ നിങ്ങളതൊരു 3 പ്രാവശ്യം മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിച്ചേക്കാം. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. തിയറി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. എന്നിട്ട് നമുക്കിന്നൊരു ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത് നോക്കാം. റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ബ്ലോക്ക് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി on 1/4/2018 was 6 lakh. Plant and machinery costing rupees 2 lakh was acquired during the previous year 18-19. A piece of machinery whose written down value on 1/4/2018 was sold on 15/9/2018 for rupees 80,000. Calculate the written down value of this block of assets and depreciation for the assessment year 2020-21. ഇതാണ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ തുടക്കത്തിൽ എത്രയാണെന്ന് നോക്കണം. പ്രീവിയസ് ഇയറിൽ എത്ര റിട്ടേൺ ഡൗൺ വാല്യൂവിന് അഡീഷണൽ അസറ്റ് വാങ്ങിയേണ്ട നോക്കണം. എത്ര രൂപയുടെ അസറ്റ് വിറ്റേണ്ടത് നോക്കണം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തിയറി നന്നായിട്ട് വായിച്ചു നോക്കുക. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇയറിലെ പ്രോബ്ലം ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒരു ഇയറിൽ നിങ്ങൾ കൂട്ടിക്കോളൂ കേട്ടോ. 1/4/2018 എന്നുള്ളത് നമ്മുടെ പ്രീവിയസ് ഇയർ ആകുമ്പോൾ 1/4/2019 ആവും കേട്ടോ. അങ്ങനെ എല്ലാം ഓരോ ഇയറിൽ വ്യത്യാസം വരും. ലാസ്റ്റ് അസസ്മെൻറ്റ് ഇയർ 2021 തന്നെ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് തിയറി ഉണ്ട്. ആ തിയറി നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ. നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അഡീഷണൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റിയുള്ള റൂളാണ്. ഇൻ കേസ് ഓഫ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി വിച്ച് ഹാസ് ബീൻ അക്വയർഡ് ഓർ ഇൻസ്റ്റാൾഡ് ആഫ്റ്റർ 31st March 2005 by an assessee engaged in the business of production of article or thing, additional depreciation is allowed at the rate of 20% of the actual cost. If the asset is put to use in less than 180 days in a year in which it is acquired, then only 50% of the depreciation, that is the additional depreciation, shall be 10%. അതാണ് നിയമം. അതായത് 31/3/2005 ശേഷം ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസോ തിങ്സോ മാനുഫാക്ചർ ചെയ്യുന്ന ബിസിനസ്സിൽ എൻഗേജ് ആയിരിക്കുന്ന ഒരു വ്യക്തി പ്രീവിയസ് ഇയറിൽ പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിയെന്ന് പറഞ്ഞാൽ അയാൾക്ക് 20% അഡീഷണൽ ഡിപ്രീസിയേഷൻ അലോ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി ആ വാങ്ങിയ അസറ്റ് 180 ദിവസത്തിന് താഴെ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ ആ 20% എന്നുള്ളത് നേരെ പകുതി 10% ഡിഡക്ഷൻ കിട്ടുള്ളൂ. അത് പുതിയ നിയമമാണ്. 2005 ശേഷം വാങ്ങിയേക്കണേനുള്ള വന്നേക്കുന്നതാണ്. പിന്നീട് 16-17 ആയപ്പോഴേക്കും അത് പവർ ഉണ്ടാക്കുന്ന കമ്പനികൾക്കും ഈ ഡിഡക്ഷൻ കിട്ടിത്തുടങ്ങി. അപ്പോൾ നമുക്ക് പ്രോബ്ലം എന്താ ചെയ്യേണ്ടത് നോക്കാം. റിട്ടേൺ ഡൗൺ വാല്യൂ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ തന്നേക്കുന്നത് എത്രയാണ്? 6 lakh. ഓക്കെ. ആഡ് പർച്ചേസസ്, അഡീഷണൽ വാങ്ങിയേക്കുന്നത് ആഡ് ചെയ്യാനല്ലേ മിസ് പഠിപ്പിച്ചേ. അപ്പോൾ എത്ര രൂപയുടെ മെഷീനറി പുതിയത് വാങ്ങിയേക്കണേ? 2 ലക്ഷത്തിൻ്റെ.
അല്ലേ? അപ്പോൾ ആഡ് പർച്ചേസ് 2 ലക്ഷം. ഇപ്പോൾ ടോട്ടൽ വാല്യൂ എത്രയായി നോക്കി അസറ്റിൻ്റെ? 6 + 2 8 ലക്ഷമായി അല്ലേ? ഇനി നമ്മുടെ പ്രീവിയസ് ഇയറിൽ തന്നെ വിറ്റു എന്ന് പറയണ്ടല്ലോ. 15/9/2018 വിറ്റു എന്ന് പറഞ്ഞു. വിറ്റ കൊല്ലം നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ വിറ്റ വില 80,000 രൂപയ്ക്കല്ലേ വിറ്റേക്കണേ, ആ 80,000 രൂപ നമുക്ക് ഈ വാല്യൂന്ന് മൈനസ് ചെയ്ത് കളയുക. അപ്പോൾ പർച്ചേസ് ചെയ്തപ്പോൾ ആഡ് ചെയ്തു, സെയിൽ ചെയ്തത് ലെസ് ചെയ്തു. അപ്പോൾ എത്രയായി നോക്കൂ? റിട്ടേൺ ഓൺ വാല്യൂ 7,20,000 നമുക്ക് കിട്ടി. മനസ്സിലായോ? ഇനി ഇപ്പോൾ ഇതാണ് നമ്മുടെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയണത്. നമുക്ക് ഡിപ്രീസിയേഷൻ കാണേണ്ട വാല്യൂ. ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന റിട്ടേൺ ഡൗൺ വാല്യൂൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്തു, ലെസ് സെയിൽസ്. ഇപ്പോൾ ഇതിൻ്റെ ഡിപ്രീസിയേഷൻ കാണാം നമുക്ക്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി യൂസ്ഡ് ഫോർ ബിസിനസ് ആണ്. ഏത് ബ്ലോക്കിലാണ് വരണേന്ന് നോക്കൂ. 15% ഡിപ്രീസിയേഷൻ. അപ്പോൾ നമുക്ക് ഈ 7,20,000ൻ്റെ 15% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 1,08,000 ആണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതും കൂടെ മൈനസ്, ആ ഡിപ്രീസിയേഷൻ കൂടെ മൈനസ് ചെയ്തപ്പോൾ റിട്ടേൺ ഓൺ വാല്യൂ എത്രയായി? 6,12,000, 6,12,000. ഓക്കെ. ഇനി തൊട്ട് മുൻപ് ഒരു പുതിയ നിയമം മിസ് പഠിപ്പിച്ചു. എന്താണ്? ആർട്ടിക്കിൾസോ തിങ്സോ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ 2005 മാർച്ചിന് ശേഷം പുതിയ അസറ്റ് പർച്ചേസ് ചെയ്താൽ 20% അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടും എന്ന് പഠിപ്പിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 20% നമുക്ക് ചെയ്യാം. പിന്നെ പറഞ്ഞു 180 ദിവസത്തിനേക്കാൾ കുറവേ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ 10% കൊടുക്കാവുന്നു. ഇവിടെ നമുക്ക് പ്രീവിയസ് ഇയറിൽ എന്നാണ് വാങ്ങിയെന്നൊരു ഡേറ്റ് തന്നിട്ടില്ല, വെറുതെ പ്രീവിയസ് ഇയറിൽ വാങ്ങിയെന്നേ പറയണുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ അസ്യൂം ചെയ്യാം? 180 ദിവസത്തിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നുള്ള അസംഷനിൽ നമുക്ക് 20% തന്നെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. അപ്പോൾ ഈ 20% ഏതുമ്മേ കാണേണ്ടത്? റിട്ടേൺ ഡൗൺ വാല്യൂമല്ല, ആക്ച്വൽ കോസ്റ്റിൻ്റെ 20% എന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് എത്ര രൂപയുടെ മെഷീനറിയാണ് പുതിയത് വാങ്ങിയേക്കണേന്ന് നോക്കൂ. 2 ലക്ഷത്തിൻ്റെ അല്ലേ? അവിടെ തെറ്റിക്കരുത് കേട്ടോ. 6,12,000 അല്ല കാണേണ്ടത്. പുതിയ മെഷീനറി എത്ര രൂപയ്ക്ക് വാങ്ങിയോ അതിൻ്റെ 20% അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരും? 40,000 അല്ലേ? അപ്പോൾ നമുക്ക് അതും കൂടെ മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 5,72,000. ഇതാണ് ക്ലോസിങ്ങിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തേ? പർച്ചേസിൻ്റെ കൂടെ റിട്ടേൺ ഡൗൺ വാല്യൂ, ബിഗിനിങ്ങിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്തു, ക്ലോസിങ് സ്റ്റോക്ക് മറ്റേ സെയിൽസ് ലെസ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഡിപ്രീസിയേഷൻ 15% കണ്ടു. പുതിയ മെഷീനറി വാങ്ങിയതിന് മാത്രം നമ്മൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ കണ്ടു. ഇപ്പോൾ നമുക്ക് ക്ലോസിങ്ങിലെ റിട്ടേൺ ഡൗൺ വാല്യൂ കിട്ടി. ഇനി ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് എങ്ങനെ കാണാം? 1,08,000 നോർമൽ ഡിപ്രീസിയേഷൻ പ്ലസ് 40,000 അഡീഷണൽ ഡിപ്രീസിയേഷൻ, ദസ് ടോട്ടൽ 1,48,000 കിട്ടിയില്ലേ? അപ്പോൾ ഈ പ്രോബ്ലം നല്ലോണം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടേ മിസ് അടുത്ത പ്രോബ്ലം എടുക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ചെയ്ത് നോക്കുക. മറ്റേ നോട്ടായിട്ട് അഡീഷണൽ ഡിപ്രീസിയേഷൻ തന്നേക്കണത് ഇമ്പോർട്ടൻറ്റ് നോട്ടാണ്, തിയറി ആയിട്ട് അത് പഠിക്കേണ്ടതുമാണ് കേട്ടോ. ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? അപ്പോൾ നോർമൽ ഡിപ്രീസിയേഷൻ റിട്ടേൺ ഡൗൺ വാല്യൂവിനെ ബേസ് ചെയ്ത് കിട്ടും. അത് കൂടാതെ അഡീഷണൽ ഡിപ്രീസിയേഷൻ 31/3/2005 ശേഷം വാങ്ങിയേക്കണവർക്കും മാത്രം. ഓക്കെ. അപ്പോൾ താങ്ക് യു.